അങ്ങനെ ബംഗ്ലാദേശിന്റെ കാര്യം തൽക്കാലം തീരുമാനമായി. തൽക്കാലം എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചാണ്. ഇപ്പോഴത്തെ ജനവിധിയും ഈ സർക്കാർ രൂപീകരണമൊന്നും ശാശ്വതമായൊരു പരിഹാരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്ഥലം കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നുകൊണ്ട്, കിഴക്കൻ ബംഗാൾ ആയതുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശാണ് എന്ന് വരികിലും അവിടുത്തെ ഒരു ജനവിധിയും ശാശ്വതമോ സമാധാനപൂർണമോ ആയിരിക്കില്ല എന്ന് നമുക്കറിയാം. 1970 മുതൽക്ക് അല്ലെങ്കിൽ അതിനു മുമ്പോട്ടുള്ള ചരിത്രം അതാണ്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിക്ക് സർക്കാരുണ്ടാക്കാൻ അനുവാദം കിട്ടണമെന്നില്ല. ഇനി സർക്കാർ ഉണ്ടാക്കിയാൽ തന്നെ അത് അധിക നാളെ നിലനിൽക്കണം എന്നുമില്ല. പട്ടാളത്തിൻ്റെ ഇടപെടലുണ്ടാകും. അല്ലെങ്കിൽ വെറും എംബോക്കികളായിട്ടുള്ള തെരുവ് ഗുണ്ടകളുടെ ആക്രമണത്തിലും സർക്കാരുകൾ ആടി ഉലഞ്ഞ് നിലംപതിക്കാറുണ്ട്. ഇതൊക്കെ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. ഇനി ഉണ്ടാകാൻ പാടില്ലാത്ത എന്ന് നിർബന്ധമില്ലാത്തതുമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ജനവിധിയിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ് സാമാന്യം അക്രമാസക്തമായിട്ടാണെങ്കിൽ പോലും പൂർത്തിയായി. അത് തന്നെ ഒരു വലിയ നേട്ടം എന്ന് വിചാരിച്ചാൽ മതി. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഈ കഴിഞ്ഞ ദിവസം വരെ ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗിന് മത്സരിക്കാൻ അനുവാദം ഉണ്ടായില്ല. ആ പാർട്ടിയെ സർക്കാർ നിരോധിച്ചു. അതിൻ്റെ പരമോന്നത നേതാവായ ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രവാസിയായിട്ട് ജീവിക്കുക. രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് BNP ആണ്. ആ പാർട്ടിയാണ് ഇപ്പോൾ ജയിച്ചത്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. അതിൻ്റെ പരമോന്നത നേതാവ് ബീഗം ഖാലിദയായിരുന്നു. അവർ മരിച്ചുപോയി. അവരുടെ മകൻ വിദേശത്തു നിന്ന് വന്ന് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. പുള്ളിക്കാരൻ പറയുന്നത് ബംഗ്ലാദേശിൽ ഇനി അങ്ങോട്ട് സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സമ്പൽ സമൃദ്ധിയുടെ ഒരു പുതുയുഗം ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ്. അങ്ങനെ ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെയും ആഗ്രഹം. നമ്മുടെ ഒരു അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയത് തന്നെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ നിരവധി സൈനികരെ കുരുതി കൊടുത്തു വളരെയധികം ധനം ചെലവഴിച്ചുമാണ് ആ രാജ്യം ഉണ്ടാക്കി. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയുടെ അനുകൂലമുള്ള സർക്കാരുകൾ വരും, ഇടയ്ക്കിടയ്ക്ക് വളരെ പ്രതികൂലമായ സർക്കാരുകൾ വരും. ഇന്ത്യയുടെ ആനുകൂല്യം ഉണ്ടായിരുന്ന ഒരു സർക്കാരായിരുന്നു ഷെയ്ഖ് ഹസീനയുടേത്. അക്കാലത്ത് അവിടെ സാമാന്യം ശാന്തിയും സമാധാനവും സമൃദ്ധിയും ഒക്കെ ഉണ്ടായി. ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ സാമാന്യം ശക്തമായത് ഈ ഹസീനയുടെ ഭരണകാലത്താണ്. പക്ഷേ ബംഗ്ലാദേശ് അങ്ങനെ പുരോഗമിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അമേരിക്കയ്ക്കും മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കും പിന്നെ ബംഗ്ലാദേശിനകത്ത് തന്നെയുള്ള മതമൗലികവാദികൾക്കും തീവ്രവാദികൾക്കും നിർബന്ധമുണ്ട്. ഈ അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ ശക്തികളുടെയും പിന്തുണയോടുകൂടി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മത തീവ്രവാദ സംഘടനകളാണ് അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചത്. അതിന് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഒരു ലേബൽ ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രം. അതിനെ പിന്നീട് ജെൻസി പ്രക്ഷോഭം എന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ ചില മൈഗുണാഞ്ചന്മാർ നിർവഹിച്ചു എന്ന് മാത്രം. സംഗതി ഗുണ്ടായുസമായിരുന്നു, തല്ലുള്ളിത്തരമായിരുന്നു എന്നുള്ള വേറെ കാര്യം. എന്തോ ആട്ടെ, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പ്രതികരിച്ചിരുന്ന പ്രധാനമന്ത്രി ജീവനും കൊണ്ട് രാജ്യം വിട്ടുകൂടി. അവരുടെ കൊട്ടാരം അടിച്ചു തകർത്തു. അവരുടെ പിതാവായിരുന്ന ബംഗബന്ധു പിന്നെ രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി. അദ്ദേഹത്തിൻ്റെ പടമുള്ള നോട്ടുകൾ പിൻവലിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ച് തകർത്തു, തീവച്ചു. എന്നിട്ട് കവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വീട് വരെ തകർത്തു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധമതക്കാർക്കും റോട്ടിൽ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ന്യൂനപക്ഷ സമുദായക്കാരെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് തീവച്ച് കൊല്ലുന്ന പോലുള്ള കലാപരിപാടികൾ അരങ്ങേറി. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ സമാധാന പ്രേമികളായ ആളുകളുടെ ഒരു ചെറിയ പാർട്ടി. ഇവിടുത്തെ പോലെ തന്നെ അവിടെയും അത് വലിയൊരു ഭൂരിപക്ഷ പാർട്ടിയൊന്നുമല്ല, കുറച്ചാളുകൾ മാത്രമുള്ളൂ. അതിൻ്റെ ശരിയായ ശക്തി അനുസരിച്ച് ബംഗ്ലാദേശിലെ പാർലമെൻറ്റ് 3-4 സീറ്റ് ജയിക്കാനുള്ള ബലമേ ആ പാർട്ടി. പക്ഷേ ഗുണ്ടായുസത്തിൽ ഇവർ അദ്വിതീയരാണ്. ആ കാര്യത്തിൽ അവരെ കവച്ചു വെക്കാനായിട്ട് ആ രാജ്യത്ത് വേറെ ആരുമില്ല. പിന്നെ ഹുജി പോലുള്ള ചില സമാധാന സംഘടനകളുണ്ട്, അത് വേറെ. അതിൻ്റെ പ്രഭവ കേന്ദ്രം ഈ ജമാഅത്തെ ഇസ്ലാമി. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഈ പാർട്ടിയെ നിരോധിച്ചിരിക്കുന്നു. താരിഖ് റഹ്മാൻ ഇനി ഇവരോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നത് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇവരുമായിട്ട് മുന്നണി ഉണ്ടാക്കാൻ കൂട്ടാക്കില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പിണങ്ങി പിരിഞ്ഞ് സ്വന്തമായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിയാണ് മത്സരിച്ചത്. അവർക്ക് ഭൂരിപക്ഷത്തേക്കാൾ വളരെ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. BNPക്ക് ഏതാണ്ട് 3/2 അതിൽ കൂടുതലോ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ BNP സർക്കാർ ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം ബംഗ്ലാദേശ് ആയതുകൊണ്ട് ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റുകയില്ല. ഇനി താരിഖ് റഹ്മാൻ ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയതാണ്, അത് എത്ര കാലം നിലനിൽക്കും എന്നും പറയാൻ പറ്റുകയില്ല.
അങ്ങനെ രാജ്യം വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. അതോ ഷെയ്ഖ് ഹസീനയുടെ കാലത്തുണ്ടാക്കിയ ആ ഒരു സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ മെച്ചപ്പെട്ട സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം, ഈ ഏത് പെരുന്നാൾ വന്നാലും ഇതിന് ബലി കൊടുക്കപ്പെടുന്ന ചില ആളുകളുണ്ടല്ലോ, ആ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ. അതുകൊണ്ട് വലിയ പുരോഗതിയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല, ഇനി ഭരണത്തിലല്ല പ്രതിപക്ഷത്തിരുന്നാലും ഇതുപോലുള്ള അക്രമങ്ങളും കൊള്ളകളുമൊക്കെ നടത്താൻ കഴിവും പ്രാപ്തിയുള്ള ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരവിടെ ഉള്ളിടത്തോളം കാലം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷക്കാർക്ക് വലിയ ശാന്തിയോ സമാധാനമോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മൊത്തം ദുഃഖിതരാണ്. ഇവരുടെ ഓഫീസുകളിലേക്ക് മുമ്പിൽ പതാക പകുതി താഴ്ത്തി കെട്ടിയെന്നാണ് ഞാൻ കേട്ടത്. വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ ജനാധിപത്യം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള അടുപ്പുകൂട്ടി ചർച്ച മീഡിയ വൺ ചാനലിൽ വിശകലനങ്ങൾ മാധ്യമവും പത്രത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ജനാധിപത്യത്തെക്കുറിച്ചോ മതേതരത്വത്തെക്കുറിച്ചോ സോഷ്യലിസത്തെക്കുറിച്ചോ വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് ഈ അവാമി ലീഗ് ഇല്ലാതെ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ബംഗ്ലാദേശിൻ്റെ കാര്യം പടച്ചവൻ തന്നെ നോക്കട്ടെ.